കഴിഞ്ഞ 21-ാം തീയതിയാണ് ഇത്തരത്തിൽ രണ്ട് കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ചക്കക്കൊമ്പനും മൊട്ടവാലിനും തമ്മിൽ നിരന്തരമായി ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ അവശനിലയിലായിരിക്കുകയാണ്. ദേവികുളം റേഞ്ച് ഓഫീസർ വെജി നമ്മോടൊപ്പമുണ്ട്. സാർ, എന്തായിരുന്നു സംഭവം എന്ന് പറയും? ഈ ടെറിട്ടോറിയൽ ഫൈറ്റ് ഇവർ തമ്മിൽ സാധാരണ ഉണ്ടാകാറുള്ളതാണ്. എല്ലാ ഫൈറ്റിന് ശേഷം ചെറിയ ഇഞ്ചുറീസൊക്കെ നമ്മൾ ഉണ്ടാകാറുള്ളതാണ്. നമ്മളത് മോണിറ്റർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ വാച്ചർമാർ സ്ഥിരം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയോടുകൂടി അവശനിലയിലായി. അപ്പം നമ്മൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അപ്പം തേക്കടി വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി. അപ്പം മുറിവ് ഇൻഫെക്ഷൻ ആയിരിക്കുന്നതാണ്. പുറമേ അധികം മുറിവ് കാണുന്നില്ല, പക്ഷേ ഇൻഫെക്ഷൻ ആയതിൻ്റെയാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പം ഇന്ന് രാവിലെയോടുകൂടി നിലത്ത് വീണു. എത്രത്തോളം ഗുരുതരമാണ് പരിക്ക്? ആന വീക്കാണ് ഇപ്പം നിലവിൽ, പക്ഷേ ഇന്നലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശാനുസരണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യേ പറ്റുള്ളൂ. ഇനി ഈ ചക്കക്കൊമ്പൻ നിലവിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ചക്കക്കൊമ്പൻ നിലവിൽ 301 ആ സൈഡിലുണ്ട്. ഈ ഫൈറ്റിന് ശേഷം ഇവർ രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു. അതെ, ഇത് ഈ ഭാഗത്തേക്ക് പോകുന്നു. ഫൈറ്റിന് ശേഷം ഇത് ഈ അർപ്പനില നിൽക്കുന്ന ഈ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിന്നിരുന്നു. ഇവിടെ ആ സമയത്തൊന്നും ഇത്ര ആവശ്യത ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല, നമുക്ക് ലൈവായിട്ട് മോണിറ്റർ ചെയ്ത വീഡിയോസും നമ്മുടെ കയ്യിലുണ്ട്. വാച്ചർമാർ ലൈവ് കൂടെ ഉണ്ടായിരുന്നത്. ഈ ഫൈറ്റ് കോമൺ ആണ് ഇവിടെ, ഇഞ്ചുറീസും കോമൺ ആണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് പക്ഷേ ഫൈറ്റ് മറ്റേ ഇൻഫെക്ഷൻ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മുമ്പുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇവിടെ തന്നെ നിർത്തിയാണ്? ഡോക്ടറുണ്ട്. ഡോക്ടർ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് പ്രൈമറി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് അതിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിക്കും. എന്നിരുന്നാലും അത്തരത്തിലാണ്, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ് അടക്കമുള്ളവർ ഈ ആനയെ നിരീക്ഷിച്ചു വരികയും ഒപ്പം തന്നെ വേണ്ട ചികിത്സകൾ നടത്തി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അല്പം ചിന്നക്കനാലിൽ നിന്ന് അല്പം മുകളിൽ, ഏതാണ്ട് 2 കിലോമീറ്റർ മുകളിലാണ് ഇപ്പം ഉള്ളത്. ആനയെ എഴുന്നേൽപ്പിക്കുക എന്നുള്ള ഒരു സാഹചര്യമാണ്. പരമാവധി ഒരു പരിശ്രമം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാറ്, ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യ അവസ്ഥ എത്രത്തോളമാണ്? ഇതൊന്ന് കഴിഞ്ഞിട്ട് നിലവിൽ നമ്മൾ നടത്തുന്ന മോശമാണ്. നല്ല കുത്തുണ്ട്, നല്ല പഴുപ്പൊക്കെ ഉണ്ട്. പിന്നെ കിടന്നുപോയി. ഇതിനെ എണീക്കാതെ നമുക്ക് പാടായിരിക്കും. ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക്കും കൊടുക്കാനുള്ള മരുന്നെല്ലാം നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ അനിമല് തന്നെ എണീക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഇവിടുത്തെ ടെറേൻ അങ്ങനെയാണ്, ഇവിടെ പാടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും വലിയൊരു ആനയെ നമുക്ക് എല്ലാവർക്കും കൊണ്ട് എണീപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്വയം എഴുന്നേറ്റാലാണ് നമുക്കിനി. അതാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ എണീച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മരുന്നുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞാണ്. ട്രീറ്റ്മെൻറ്റിലെല്ലാം നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്തായിരുന്നാലും അത്തരത്തിൽ തന്നെയാണ്. ആനയ്ക്ക് വേണ്ട ചികിത്സ എല്ലാം തന്നെ നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആന സ്വയം എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. എന്തായിരുന്നാലും പരമാവധി അത്തരം നടപടികൾ, ആനയെ രക്ഷപ്പെടുത്തി എഴുന്നേറ്റ് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകുവാൻ കഴിയുന്ന വിവരം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.